ഓടി ഇന്നലത്തെ പാർട്ടി അടിപൊളിയായിരുന്നല്ലേ? അടിപൊളിയായിരുന്നു. ഡാൻസും പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ആകെ വയ്യ, ക്ഷീണം. എടി പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ആ ലൂസി ചേച്ചിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചു, എന്തോ ഒരു കുഴപ്പമുണ്ട് അല്ലേ? ഒരു സന്തോഷമില്ല. എന്തോ കുഴപ്പമുണ്ട്. യോഷിച്ചാനുമായിട്ട് അങ്ങനെ ഒരു ഇതിലല്ല. എവിടെയെങ്കിലും എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതെ, നിങ്ങൾക്ക് തോന്നിയില്ലേ? അല്ലേ? തോന്നിയില്ലേ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? പുള്ളിക്കാരൻ ചേച്ചി അറിയാതെ തായ്ലൻഡിൽ ഒരു ഹോളിഡേ ബുക്ക് ചെയ്തു. അതാണ് പ്രശ്നം. അതിന്റെ ദേഷ്യത്തില. അല്ലെങ്കിൽ ആണുങ്ങളെ എല്ലാം വലിയ റെസ്ട്രിക്ട് ചെയ്യാനൊന്നും പോരുത്. അവരുടെ വഴിക്ക് വിട്ടേ. ആഴ്ചയിൽ 6 ദിവസം ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് വല്ലപ്പോഴൊക്കെ ഒരു ട്രിപ്പല്ലേ. ആ കാര്യത്തിൽ പുള്ളിക്കാരന്റെ വശത്താണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ അത് ശരിയാ. ഇടയ്ക്ക് പോകുന്നൊന്നും കുഴപ്പമൊന്നുമില്ല. ഡേ എഴുന്നേറ്റേ, നമുക്ക് പോയിട്ട് ഒത്തിരി പരിപാടിയുണ്ട്. എനിക്ക് എന്തോരം പാക്കിംഗ് ഉണ്ടെന്നറിയോ? ഞാനും പാക്കിങ് ചെയ്തിട്ടില്ല. നീ ഏതോടാ? ഇല്ല. ആ വാ, അതൊക്കെ പോയിട്ട് എനിക്ക് കുറച്ച് നല്ല പെർഫ്യൂം മേടിക്കണം. ഹ്യൂഗോ ബോസ്. എടി നമ്മളറിയാതെ ഇവരെന്തോ സർപ്രൈസ് നമുക്ക് തരണമെന്ന് തോന്നുന്നു. എന്തോ ഹോളിഡേ ബുക്ക് ചെയ്യുവാന്ന് തോന്നുന്നു. മേളിലെ ബാഗൊക്കെ പുറത്തെടുക്കുന്ന കണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു. ബാഗൊക്കെ എടുത്ത് വെച്ചേക്കുവാ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു കേട്ടോ. നാളെ എവിടെയായിരിക്കും? ആര് പോകുന്നു? എടി ജോഷിച്ചായൻ്റെ കൂടെ ഹോളിഡേ പോകണം ഞങ്ങളല്ലേ, തായ്ലൻഡിന്. അത് കൊള്ളാമല്ലോ. അതെങ്ങനെ ശരിയാവും? പുരുഷന്മാരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക, അല്ലേ? റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോകരുത്. അതാണ് നമ്മുടെ ഭാര്യമാർ എപ്പോഴും നമുക്ക് അഭിമാനമാണ്. അതുകൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോകരുത്. പുരുഷന്മാർക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം തരുന്ന ആൾക്കാരാണ്. അതെ. അപ്പൊ ബൈ.